നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും പടരുന്ന യുദ്ധമേഘങ്ങൾ ലോകരാഷ്ട്രീയത്തെ അസാധാരണമായ വഴിത്തിരിവുകളിലേക്ക് നയിക്കുമ്പോൾ രാജ്യാന്തര ബന്ധങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണ് ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന നിർണായക ഫോൺ സംഭാഷണത്തിൽ ലോകത്തിലെ പ്രമുഖ വ്യവസായിയും ശതകോടീശ്വരനുമായ എലോൺ മസ്ക് പങ്കുചേർന്നുവെന്ന റിപ്പോർട്ട് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരെ അതിശയിപ്പിക്കുകയാണ്. സാധാരണയായി രണ്ട് രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള സുരക്ഷാ സൂക്ഷ്മമായ ചർച്ചകളിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ സാന്നിധ്യം അപൂർവവും വിവാദപരവുമായ സംഭവമായാണ് കണക്കാക്കുന്നത്. ചൊവ്വാഴ്ച മോദിയും ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് മസ്കും പങ്കാളിയായതെന്നും യുദ്ധകാല പ്രതിസന്ധി വേളയിൽ രണ്ട് രാജ്യത്തലവന്മാർ തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൽ ഒരു സ്വകാര്യ വ്യക്തി പങ്കാളിയായത് അസാധാരണമാണ് എന്നും ദ ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനെ കുറിച്ച്, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ നിയന്ത്രണം കടുപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു നേതാക്കന്മാർ ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണമെന്നും ന്യൂയോർക്ക് ടൈംസ് പറയുന്നു. ഉന്നത US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ് റിപ്പോർട്ട്. മസ്ക് എന്തുകൊണ്ട് ഈ ഫോൺ സംഭാഷണത്തിൽ ഉൾപ്പെട്ടുവെന്നോ ചർച്ചയിൽ ഏതു തരത്തിലുള്ള പങ്കാളിത്തമാണ് വഹിച്ചതെന്നോ വ്യക്തമല്ല. സർക്കാരിന് ഒരു വിധത്തിലും പങ്കാളിത്തമില്ലാത്ത മസ്ക് ഇത്തരമൊരു ഉന്നതതല ചർച്ചയിൽ പങ്കാളിത്തം വഹിച്ചത് നയതന്ത്ര കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വർഷത്തെ പിണക്കത്തിനു ശേഷം ട്രംപും മസ്കും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നതിന്റെ സൂചനയാകാം ഫോൺ സംഭാഷണത്തിലെ മസ്കിന്റെ സാന്നിധ്യമെന്നും കണക്കാക്കുന്നുണ്ട്. സ്പേസ്, ഊർജം തുടങ്ങി മസ്കിന് താല്പര്യമുള്ള മേഖലകളും പശ്ചിമേഷ്യൻ പ്രതിസന്ധി നേരിട്ട് ബാധിക്കുന്ന ഇന്ത്യയും ഗൾഫും ഉൾപ്പെടെയുള്ള മേഖലകളും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ തന്റെ ബിസിനസ് മേഖല വിപുലപ്പെടുത്താനുള്ള നീക്കത്തിലുമാണ് മസ്ക്. മസ്കിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസ് ഉൾപ്പെടെയുള്ളവ ഇന്ത്യയുടെ അനുമതി കാത്തുകിടക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്കുള്ള എണ്ണ വാതക കയറ്റുമതിയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയായതിനാൽ അവിടെ സ്ഥിരത ഉറപ്പാക്കുന്നത് സംബന്ധിച്ചായിരുന്നു മോദിയുടെയും ട്രംപിന്റെയും ചർച്ച എന്നാണ് വിവരം. അതീവ പ്രാധാന്യമുള്ള ദേശീയ സുരക്ഷാ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചർച്ചയായേക്കാവുന്ന രണ്ട് രാജ്യത്തലവന്മാർ നടത്തുന്ന ഫോൺ സംഭാഷണത്തിൽ ഒരു സ്വകാര്യ വ്യക്തി പങ്കാളിയാകുന്നത് അസാധാരണമാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഉറപ്പിച്ചു പറയുന്നു. അതേസമയം അമേരിക്കയോ ഇന്ത്യയോ സംഭാഷണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളിൽ മസ്കിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതേ ഇല്ല എന്നതാണ് ശ്രദ്ധേയം. വിഷയത്തിൽ പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് വിസമ്മതിച്ചുവെന്നും വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളോട് മസ്കും പ്രതികരിച്ചില്ല എന്നും ന്യൂയോർക്ക് ടൈംസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം അത്യാഹിത ഘട്ടങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വളരെ രഹസ്യപരവും കൃത്യവുമായ രീതിയിലാണ് നടക്കാറുള്ളത്. എന്നാൽ സാങ്കേതിക രംഗത്ത് വലിയ സ്വാധീനമുള്ള വ്യക്തിയായ ഇലോൺ മസ്കിന്റെ പങ്കാളിത്തം ഈ സംഭാഷണത്തിന് ഒരു പുതിയ കോണാണ് നൽകുന്നത്. ആധുനിക യുദ്ധങ്ങളിലും സുരക്ഷാ സംവിധാനങ്ങളിലും സ്വകാര്യ ടെക് കമ്പനികളുടെ പങ്ക് ഉയരുന്ന സാഹചര്യത്തിൽ മസ്കിനെ പോലുള്ള വ്യക്തികളുടെ പങ്കാളിത്തം ഇനി ഭാവിയിൽ കൂടുതൽ സാധാരണമാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. ഇത് വെറുമൊരു ഫോൺ സംഭാഷണം മാത്രമല്ല, ലോകരാഷ്ട്രീയത്തിലെ പുതിയ ശക്തി സമവാക്യങ്ങളുടെ സൂചനയായാണ് വിലയിരുത്തുന്നത്. രാജ്യങ്ങൾ മാത്രമല്ല, വ്യക്തികളും കോർപ്പറേറ്റുകളും ആഗോള തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന കാലഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നതെന്ന തിരിച്ചറിവും ഈ സംഭവത്തിലൂടെ വ്യക്തമാണ്.